Okay, so കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രാക്ക് UGC നെറ്റ് ഇൻ 30 days എന്നുള്ളതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മളൊരു ആർഗ്യുമെൻ്റ് എന്താണ് അതിൻ്റെ സ്ട്രക്ചറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആർഗ്യുമെൻ്റ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് എങ്ങനെയാണ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക, കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. സോ അത് കാണാണ്ട് നിങ്ങളത് കണ്ടു എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ചൊരു കാര്യമല്ല. സോ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക. ഇനി ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എത്ര തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം, ഈ ബേസിക് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സമയം കളയാണ്ട് നമ്മുടെ ടോപ്പിക് ഡിസ്കഷൻ തുടങ്ങാം. സോ നമ്മൾ ഫസ്റ്റ് കുറച്ച് എന്തൊക്കെയാണ് മേജർ കാറ്റഗറീസ് നമുക്ക് പറഞ്ഞുതരാം. നമ്മൾ ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഡക്റ്റീവ് ഉണ്ട്, ഇൻഡക്റ്റീവ് ഉണ്ട്, അനലോജിക്കൽ, ഹൈപ്പോത്തറ്റിക്കൽ, വാലിഡ്, ഇൻവാലിഡ്, ആസ്ട്രോണമിക്കൽ, ആന്ത്രോപോളജിക്കൽ, ഫിസിയോളജിക്കൽ ഓർ സൈക്കോളജിക്കൽ എന്ന് പറയാം, ബയോളജിക്കൽ വരുന്നുണ്ട്, മാത്തമാറ്റിക്കൽ ഉണ്ട്. അങ്ങനെ മൊത്തം 11 ടൈപ്പ് നമുക്ക് വരുന്നുണ്ട് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ. പക്ഷെ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ 6 ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ്, അനലോജിക്കൽ, ഹൈപ്പോത്തറ്റിക്കൽ, വാലിഡ്, ഇൻവാലിഡ്, ഇത്ര മാത്രമേ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ളൂ. നിങ്ങളുടെ സിലബസിൽ പറയുന്നത് കൊണ്ട് സിലബസിൽ പറയാമെന്ന് പറയാൻ പാടില്ല. കഴിഞ്ഞ എക്സാമിനേഷൻസൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഈ 7 മുതൽ 11 വരെയുള്ള കാറ്റഗറീസ് ഓപ്ഷൻസിലുണ്ടായിരുന്നു. സോ അതിൻ്റെ ബേസിൽ അത് എന്താണെന്ന് കൂടി പറയുന്നു എന്ന് മാത്രം. നമ്മൾ കോർ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് 6 അപ്പോൾ അതിൽ ഓരോന്നും എന്താണ് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്. ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് സിമ്പിളി നമ്മൾ എന്താണ് ഡിഡക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് കൊണ്ടുവരാം. സോ ഡിഡക്റ്റ് ചെയ്യുക, വലുതിൽ നിന്നും ചെറുതിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഡെഫിനിഷൻ നോക്കുന്നില്ല, സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വലിയ സെൻറ്റൻസിൽ നിന്നും, അതായത് വലിയ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ചെറുതാക്കി കൊണ്ടുവരിക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പ്രകാരം നമ്മൾ ക്ലിയർ ആക്കി തരാം. സോ അതാണ് നിങ്ങൾക്ക് നല്ല ഡെഫിനിഷൻ പറയുന്നേക്കാളും. എക്സാമ്പിൾ നോക്കുക. ആൾ മെൻ ആർ മോർട്ടൽ. എല്ലാ മനുഷ്യന്മാരും എന്താണ്, മോർട്ടൽ മരിക്കും, എല്ലാ മനുഷ്യന്മാരും മരിക്കും. സോക്രാറ്റസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മനുഷ്യനാണ്. സോ സോക്രാറ്റസ് എന്ത് ചെയ്യും, മരിക്കും. അതായത് എല്ലാ മനുഷ്യന്മാരും മരിക്കും എന്നുള്ള നമ്മുടെ എന്താണ്, നമ്മുടെ പ്രിമൈസ് പറയാണ്. രണ്ട് പ്രിമൈസ് ഒരു കൺക്ലൂഷൻ വന്നു. അതിൽ ഫസ്റ്റ് പ്രിമൈസ് എന്താ പറയുന്നത്, എല്ലാ മനുഷ്യന്മാരും മരിക്കും. സോ എന്ത് വന്നു, എല്ലാ മനുഷ്യന്മാരും മരിക്കും എന്നുള്ളൊരു ജനറൽ സെൻറ്റൻസ് നമ്മൾ വെച്ചു. സോക്രാറ്റസ് എന്ന് പറയുന്ന ആരാണ്, ഒരു മനുഷ്യനാണ്. എല്ലാ മനുഷ്യന്മാരും മരിക്കും, സോക്രാറ്റസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. സോ സോക്രാറ്റസ് എന്ത് ചെയ്യും, മനുഷ്യനാണ്, സോ മരിക്കും. അതായത് നമ്മൾ ആ ഒരു ജനറൽ സെൻറ്റൻസിൽ നിന്നും ഒരു സ്പെസിഫിക്കിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുകയാണെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്തേ ഉള്ളൂ, നമ്മളൊരു ജനറൽ സെൻറ്റൻസിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് കൊണ്ടുവരുന്നു, വലുതിൽ നിന്നും ചെറുതിലേക്ക്. എല്ലാ മനുഷ്യന്മാരും മരിക്കും, സോക്രാറ്റസ് ഒരു മനുഷ്യനാണ്, സോ സോക്രാറ്റസ് എന്ത് ചെയ്യും, മരിക്കും. ഇനി അടുത്തൊരു കാറ്റഗറി നോക്കാം. സോ ഇതാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് അഥവാ ഡിഡക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡക്റ്റീവ്. ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ഡിഡക്റ്റീവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ചെറുതിൽ നിന്നും വലുതിലേക്കാണ് ഇവിടെ നമ്മൾ കൊണ്ടുപോകുക. Premise points several cases of same pattern and the conclusion states that this pattern will hold in general. സിമ്പിളായിട്ട് നോക്കുക, നമുക്ക് ഡെഫിനേഷനേക്കാൾ എപ്പോഴും എക്സാമ്പിൾ വെച്ച് പഠിക്കുകയാണ്. സോ എക്സാമ്പിൾ നോക്കാം. നമ്മൾ 100 സ്വാൻസിനെ കണ്ടിട്ടുണ്ട്, എല്ലാവരും വൈറ്റ് ആയിരുന്നു. സോ നമ്മൾ എന്ത് പറയുകയാണ്, എല്ലാ സ്വാൻസും വൈറ്റാണ്. സിമ്പിളായിട്ട് എടുക്കുക. നമ്മളൊരു 100 പക്ഷികളെ കണ്ടു, നമ്മൾ ഒരു 100 പക്ഷികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ 100 എന്തായിരുന്നു, വെള്ളയായിരുന്നു. 100 പക്ഷികളെ നമ്മൾ കണ്ടു, ഈ 100 വെള്ളയായിരുന്നു. സോ നമ്മൾ നേരെ കൺക്ലൂഷൻ എന്ത് ചെയ്യാണ്, എല്ലാ പക്ഷികളും വെള്ളയാണ്. ശരിയാവണം നിർബന്ധമില്ല, ശരിയാവാം തെറ്റാവാം, അതിന് നമ്മളോട് പ്രസക്തിയില്ല. ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്ത് പറയും, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. അങ്ങനെ മാത്രം നമ്മൾ പഠിച്ചു വയ്ക്കുക. സോ ചെറുതിൽ നിന്നും വലുതിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇവിടെ എന്താണ്, 100 മൊത്തം പക്ഷികളുടെ കണക്കെടുക്കുമ്പോൾ 100 എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യ തന്നെയാണ്. ആ ഒരു 100 പക്ഷികളുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാ പക്ഷികളുടെയും കാര്യം പറയാം. സ്പെസിഫിക്കിൽ നിന്നും ജനറലിലേക്ക് പോകുന്നു. 100 പക്ഷികളെ കണ്ടു, 100 വെള്ളയാണ്. സോ എല്ലാ പക്ഷികളും എന്താണ്, വെള്ളയാണ്. ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ എന്ത് പറയും, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സിനെ എന്ത് പറയും, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് അനലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ്. നമ്മുടെ എക്സാമിന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഈ ഒരു ഏരിയ കേട്ടോ, അനലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നത്. സോ എന്താണ് അനലോജിക്കൽ ആർഗ്യുമെൻറ്റ്, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അനലോജി എന്ന് സിമ്പിളായിട്ട് നമ്മൾ പറയുമ്പോൾ കമ്പാരിസൺ. അനലോജി എന്ന് സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസനെയാണ് നമ്മൾ അനലോജി എന്ന് പറയുന്നത്. അപ്പോൾ അനലോജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും,
രണ്ട് കമ്പയർ ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ്, അതായത് നമ്മുടെ പ്രിമൈസുകൾ എന്താണ് കമ്പയർ ചെയ്തുകൊണ്ട് വരുന്നതാണ്. എക്സാമ്പിൾ നോക്കുക, അവർ സോൾജിയേഴ്സ് ആർ ആസ് ബ്രേവ് ആസ് ലയൺ. കമ്പാരിസൺ വന്നില്ലേ, നമ്മുടെ സോൾജേഴ്സ് നമ്മുടെ പട്ടാളക്കാരൻ എന്താണ് ലയൺസിനെ പോലെ ബ്രേവ് ആണ്. കമ്പാരിസൺ നമ്മുടെ സോൾജേഴ്സിനെ നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യാണ്, ലയൺസുമായിട്ട് കമ്പയർ ചെയ്യാണ്. സോ കമ്പാരിസൺ വന്നു. ഇത്തരം കമ്പാരിസൺസ് വരുന്ന ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ അനലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. നമ്മുടെ ആർഗ്യുമെൻറ്റിൽ കമ്പാരിസൺ ആണ് വരുന്നതെങ്കിൽ അതെന്താണ് അനലോജിക്കൽ ആർഗ്യുമെൻറ്റ്. നിങ്ങളുടെ എക്സാമിന് ഇത് ഏത് ആർഗ്യുമെൻ്റ് ആണെന്നല്ല, നമ്മൾ സിമ്പിളായിട്ടൊരു ആർഗ്യുമെൻറ്റ് തന്നു കഴിഞ്ഞാൽ അത് ഏതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇനി വാലിഡിറ്റി ഒക്കെ നോക്കുമ്പോഴാണ് ഇതിനൊരു പ്രസക്തി വരിക. സോ സിമ്പിളായിട്ട് നമ്മുടെ തിയറി ഫോളോ ചെയ്ത് തന്നെ പഠിച്ചു പോവുക. നമ്മളിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇന്ത്യൻ ലോജിക് കവർ ചെയ്യുന്നത്. സോ ആ ഒരു ഓർഡർ നിങ്ങളും പഠിച്ചു വയ്ക്കുക. അനലോജിക്കൽ ആർഗ്യുമെൻറ്റ് കമ്പയർ ചെയ്യുക. സോ നമ്മുടെ ആർഗ്യുമെൻറ്റിൽ കമ്പാരിസൺ വരുന്നുണ്ടെങ്കിൽ അതെന്താണ് അനലോജിക്കൽ ആർഗ്യുമെൻ്റ് ആണ്. അടുത്തതാണ് ഹൈപ്പോതെറ്റിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറയും. സോ ഹൈപ്പോതെറ്റിക്കൽ നമുക്ക് ആലോചിക്കാം, എന്തായിരുന്നു നിങ്ങളിപ്പോൾ ഈ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഹൈപ്പോത്തസിസ് ഒക്കെ വെക്കും, ഊഹം അല്ലേ, നമ്മൾ പ്രിഡിക്ഷൻസ് ആണ്, നമ്മൾ വരാം ആ ഒരു ലെവല് പ്രിഡിക്ഷൻസിൽ വരുന്ന ആർഗ്യുമെൻറ്റ്സിനാണ് എന്ത് പറയുക ഹൈപ്പോതെറ്റിക്കൽ ആർഗ്യുമെൻറ്റ്. എക്സാമ്പിൾ നോക്കാം, ഇഫ് ഐ ഡു നോട്ട് വേക്ക് അപ്പ് ദെൻ ഐ കാനോട്ട് ഗോ ടു വർക്ക്. ഞാൻ രാവിലെ നീച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എന്താണ് ഇഫാണ് പറയുന്നത്, അതായത് നീച്ചില്ലെങ്കിൽ, അതായത് എന്താണ് ഒരു പ്രഡിക്ഷൻ പോലെയാണ് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ എന്ത് പറയുന്നു, ഇഫ് ഐ ക്യാൻ നോട്ട് ഗോ വർക്ക് ദെൻ ഐ വിൽ നോട്ട് ഗെറ്റ് പെയ്ഡ്. അതായത് ഞാൻ രാവിലെ നീച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, ഞാൻ ജോലിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പൈസ കിട്ടില്ല. അത് നമ്മൾ എന്താണ് കൺക്ലൂഷൻ ചെയ്യുന്നത്, ഞാൻ രാവിലെ നീച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടില്ല, ശമ്പളം കിട്ടില്ല. അതായത് ഒരു ഇഫ് വെച്ചിട്ട് പ്രഡിക്ഷൻ്റെ ബേസിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ഹൈപ്പോതെറ്റിക്കൽ വരുന്നത്. വാട്ട് ഇഫ് അനാലിസിസ് എന്ന് നമ്മൾ ഞാൻ രാവിലെ നീച്ചിട്ടില്ലെങ്കിൽ എന്താണ്, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, ഞാൻ ജോലിക്ക് ഇവിടെ നിന്ന് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ ഒരു ആക്ഷനും നടന്നിട്ടില്ല, എല്ലാം നമ്മുടെ എന്താണ് ഊഹങ്ങളാണ്. ഞാൻ രാവിലെ നീച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ സാലറി അഥവാ ശമ്പളം കിട്ടില്ല. എന്താണ് എൻ്റെ കൺക്ലൂഷൻ, രാവിലെ നീച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടില്ല. സിമ്പിളായി മനസ്സിലായോ? വാട്ട് ഇഫ് വരും, അതായത് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ വരും, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ വരും. ആ ഒരു ലെവലാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ എന്തായിട്ട് കണക്കാക്കും, ഹൈപ്പോതെറ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഞാൻ ഈ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ മറ്റേ കാര്യം ഇങ്ങനെ ആയിരിക്കും. ആ ഒരു വാട്ട് ഇഫ് ഇഫ് വെച്ചിട്ട് നമ്മൾ പറയുന്നത്, ചെയ്തില്ലെങ്കിൽ എന്താകും, ആ ഒരു ലെവൽ വരുമ്പോൾ എന്താണ്, അവിടെയാണ് നമ്മൾ ഹൈപ്പോതെറ്റിക്കൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വാലിഡ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ വാലിഡ്, ഇൻവാലിഡ്. അപ്പോൾ അതിൽ വാലിഡ് എന്താണെന്ന് നോക്കാം. വാലിഡ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ an argument is valid if and only if it takes a form that makes it impossible for the premise to be true and conclusion false at the same time. സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ രണ്ട് പ്രിമൈസും ട്രൂ ആണ്, സോ കൺക്ലൂഷൻ എന്താണ്, ട്രൂ ആണ്. നമ്മൾ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് പറയും ആൾ പ്രിമൈസസ് ആർ ട്രൂ ആൻഡ് കൺക്ലൂഷനും ട്രൂ ആണ്. നമ്മൾ പറയുന്ന രണ്ട് പ്രിമൈസുകളും നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെൻറ്റ് നമ്മൾ പറഞ്ഞു, രണ്ട് പ്രിമൈസ് ഉണ്ടായിരിക്കും, കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. ഇവിടെ രണ്ട് പ്രിമൈസും എന്താണ്, ട്രൂ ആണ്. രണ്ടാമത്തെ പ്രിമൈസ് ആട്ടോ ഇൻഫറൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് പ്രിമൈസ് ഉണ്ടായിരിക്കും, ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. നമുക്ക് രണ്ട് പ്രിമൈസും ഇവിടെ ട്രൂ ആണ്. സോ അതുകൊണ്ട് എന്തായി, പ്രിമൈസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷനും ട്രൂ ആണ്. രണ്ട് പ്രിമൈസും ട്രൂ ആണ്, സോ അതിൻ്റെ ബേസിൽ നമ്മുടെ കൺക്ലൂഷനും ട്രൂ ആകും. അത്തരം ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ വാലിഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയും. ഇൻവാലിഡ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് പ്രിമൈസും ട്രൂ ആണ്, ബട്ട് നമ്മുടെ കൺക്ലൂഷൻ എന്തായി, ഫാൾസ് ആയി. രണ്ട് പ്രിമൈസും ട്രൂ ആണ്, ബട്ട് നമ്മുടെ കൺക്ലൂഷൻ ഫാൾസ് ആയി. ആ ഒരു കേസിൽ അതിനെ നമ്മൾ ഇൻവാലിഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയും. വാലിഡ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രിമൈസും ട്രൂ ആണ്, കൺക്ലൂഷനും ട്രൂ ആണ്. ഇൻവാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രിമൈസ് ട്രൂ ആണ്, ബട്ട് കൺക്ലൂഷൻ എന്തായി, ഫാൾസ് ആയി പോയി. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഫസ്റ്റ് നമ്മൾ ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് പറഞ്ഞു, വലുതിൽ നിന്നും ചെറുതിലേക്ക് കൊണ്ടുവരിക. ലോകം മൊത്തം എന്താണ്, ഇന്ന പോലെയാണ്, സോ ലോകത്തിലുള്ളൊരു വ്യക്തിയാണിത്, ഇയാളും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം. അടുത്ത കാറ്റഗറിയാണ് എന്ത് വരിക, ഡിഡക്റ്റീവ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്റ്റീവ് വരും. ചെറിയൊരു ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും കണക്കാക്കാൻ നോക്കുക. ഞാൻ ഒരു 10 ആളെ കണ്ടു, 10 ആളെ നുണ പറയുന്ന വ്യക്തികളാണ്, ഞാൻ എന്തറിയണം, എല്ലാ മനുഷ്യന്മാരും നുണ പറയും. അതാണ് ഇൻഡക്റ്റീവിൽ വരുന്നത്. ഇനി അടുത്ത എന്താ നമുക്ക് വരുന്നത്, അനലോജിക്കൽ കമ്പാരിസൺ. എൻ്റെ കുട്ടികളെല്ലാം ഇപ്പോൾ സിംഹത്തെ പോലെ ധൈര്യമുള്ളവരാണ്, ഒരു കമ്പാരിസൺ വരുന്നു. സോ അത്തരം ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ അനലോജിക്കൽ എന്ന് പറയും. ദെൻ ഹൈപ്പോതെറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ആക്ച്വലി നടന്നിട്ടില്ല, കണ്ടീഷണൽ എന്നൊക്കെ പറയും. കണ്ടീഷൻസ് ഒക്കെ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ വരും, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരും.
എക്സാമ്പിൾ എന്ത് പറഞ്ഞു, ഞാനിന്ന് ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടില്ല. ഞാൻ രാവിലെ നീച്ചിട്ടില്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല. ജോലിക്ക് പോയില്ലെങ്കിൽ എന്താവും, ശമ്പളം കിട്ടില്ല. എൻ്റെ കൺക്ലൂഷൻ എന്തായി, അപ്പോൾ രാവിലെ നീച്ചിട്ടില്ലേ എനിക്ക് ശമ്പളം കിട്ടില്ല, കൺക്ലൂഷൻ വന്നു. ഇനി നമ്മുടെ അടുത്ത വാലിഡ് ആണ്. വാലിഡ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, വാലിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് പ്രിമൈസും ട്രൂ ആണ്, അതേസമയം കൺക്ലൂഷനും ട്രൂ ആണ്. ഇൻവാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രിമൈസും ട്രൂ ആണ്, ബട്ട് കൺക്ലൂഷൻ എന്തായിപ്പോയി, തെറ്റിപ്പോയി, അഥവാ ഫാൾസ് ആയിപ്പോയി. രണ്ട് പ്രിമൈസും ട്രൂ ആണ്, വാലിഡ് ആണ്, കൺക്ലൂഷൻ തെറ്റിപ്പോയി. അതിനെയാണ് നമ്മൾ ഇൻവാലിഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുക, കൺക്ലൂഷൻ ഫാൾസ് ആയി. സോ ഇത്രയാണ് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മേജറായിട്ട് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഫർദർ ആവശ്യം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ നമ്മളത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലാരിഫിക്കേഷൻ, പേപ്പർ 1ൻ്റെ ഏതൊരു ഏരിയ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഡൗട്ടുകൾ കൂടുതലുള്ള ഏരിയാസ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. UGC നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഫ്രണ്ട്സോ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പേപ്പർ 1ൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ കൊടുക്കുന്നുണ്ട്. മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ക്ലാസ് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അത് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണോ, എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുകയാണെങ്കിൽ നമുക്കും അതൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനുള്ള അവസരമാണ്. സോ അത്രയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അത് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. സോ വേറെ എന്താ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.